ഇവിടെ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 34 ദിവസം. സമരത്തിന്റെ രണ്ടാം ഘട്ടമായി തിങ്കളാഴ്ച വൈകിട്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. 34 ദിവസം കഴിഞ്ഞിട്ടും സമരക്കാർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കാതെ സർക്കാർ. സൂര്യ, നമുക്കറിയാം, ഇപ്പോൾ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതേ വെയിലിൽ നിന്നിട്ടാണ് ഈ ആശാ വർക്കർമാർ 34 ദിവസവും സമരം ചെയ്തത്. അവർക്ക് ഇനിയെങ്കിലും ശാശ്വതമായിട്ടുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഒരു സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, രാപ്പകൽ സമരം തുടങ്ങി 29ാമത്തെ ദിവസമാണ് രണ്ടാം ഘട്ട സമര പ്രഖ്യാപനം ആശാപ്രവർത്തകർ നടത്തുന്നത്. ഒരു മാസം പിന്നിടുമ്പോഴും സമരം അവസാനിപ്പിച്ച് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതിൽ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുക. ഈ 2 ആവശ്യങ്ങളിൽ മേൽ ഇതുവരെയും സർക്കാർ മറുപടി നൽകിയിട്ടില്ല, അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് രണ്ടിനും എന്നാണോ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് എന്നതുവരെയും സമരം തുടരാൻ തന്നെയാണ് ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആറ്റുകാൽ പൊങ്കാലയിൽ അടക്കം പ്രതിഷേധ പൊങ്കാല എന്നോണമാണ് ആശാപ്രവർത്തകർ രാപ്പകൽ സമരവേദിയിൽ വെച്ച് തന്നെ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തിങ്കളാഴ്ചയാണ് അവർ പറഞ്ഞ രണ്ടാം ഘട്ട സമരത്തിലേക്ക് ആശാപ്രവർത്തകർ കടക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് രണ്ടാം ഘട്ട സമരത്തിന്റെ തുടക്കം എന്നോണം ആശാപ്രവർത്തകർ നടത്തുന്നത്. അത് സംസ്ഥാനത്തിന്റെ എല്ലാ ആശമാരെയും ഉൾപ്പെടുത്തി, ആശാപ്രവർത്തകരെയും ഉൾപ്പെടുത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ ഉപരോധമാക്കി തന്നെ മാറ്റാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. നിയമലംഘന സമരത്തിലേക്ക് തങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും തങ്ങൾ നോക്കുന്നില്ല. തങ്ങൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന ആവശ്യങ്ങളിൽ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അത്രത്തോളം ശക്തമായിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തിങ്കളാഴ്ച നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം അതൊരു നിയമലംഘന സമരമായിരിക്കും, അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു സമരമായിരിക്കും എന്നുള്ളതാണ് ആശാപ്രവർത്തകരും സമരത്തിന് നേതൃത്വം നൽകുന്ന അവരും ഒക്കെ തന്നെ ഈ 29ാം തീയതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സമരവുമായിട്ട് ആശാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നു. അവർക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ കേന്ദ്രത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമല്ല അവർ ഉന്നയിക്കുന്ന പരാതി കേന്ദ്രത്തിന്റെ ഭാഗത്തും നിന്നും ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിഹിതം കിട്ടാത്തതിനാലാണ് ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്തതെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നേടിയെടുത്ത് തങ്ങൾക്ക് തരേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാർ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓണറേറിയം വർധനവിൽ അടക്കം ഒരു തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ തങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുന്നത് എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ ആശമാർ പറയുന്നത്. എന്തായാലും അത്ര പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് ആശമാർ പോകില്ല എന്നുള്ളത് തന്നെയാണ്. തുടക്കത്തിൽ ആശമാരെ അനുനയിപ്പിച്ച് സമരത്തിൽ നിന്ന് പിൻവാങ്ങി വിടാനുള്ള ഒരു നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോലും ആശമാരെ വിളിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ ഉയർത്തുന്നത്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയപരമായിട്ട് സമരം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ സമരത്തിനെ ഏറ്റെടുക്കുന്ന സാഹചര്യം വന്നപ്പോഴും നിങ്ങളുടെ പിന്തുണ മാത്രം മതി ഞങ്ങൾക്ക്, അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമരമാക്കി ഇത് മാറ്റാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് ആശമാർ കൃത്യമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സമരം ചെയ്യുന്നവരിൽ വിവിധ രാഷ്ട്രീയ അനുഭാവമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമായിട്ട് സമരമായിട്ട് ഇത് ഒതുക്കാൻ കഴിയില്ല. ഇത് സംസ്ഥാനത്തിലെ ആരോഗ്യ പ്രവർത്തകരായ ആശാപ്രവർത്തകരുടെ സമരമാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ 2 അടിസ്ഥാന ആവശ്യങ്ങളിൽ കൂടി അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വരെ ആശമാർ സമരം തുടരും. ഈ 34ാമത്തെ ദിവസത്തിലേക്ക് അവരുടെ രാപ്പകൽ സമരം എത്തുമ്പോഴും എന്തുകൊണ്ട് സർക്കാർ ഒരു തീരുമാനം ഈ സമരപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് എടുക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ അടുത്തൊരു ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല? അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല, അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളാണ് ആവർത്തിച്ച് സമരക്കാർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതിന് മറുപടി പറയേണ്ടത് സർക്കാർ തന്നെയാണ്. എന്തിനിത്ര കാലതാമസം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. എങ്ങനെ ഈ സമരം പറഞ്ഞ് അവസാനിപ്പിക്കും, എങ്ങനെ ഈ സമരം തീരുമെന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തിങ്കളാഴ്ച സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരം, സെക്രട്ടേറിയറ്റ് ഉപരോധം, അത് വലിയ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് ആശാപ്രവർത്തകർ നിലവിൽ നടത്തുന്നത്.